നമുക്കിന്ന് കദളിക ഫുഡ് പ്രോഡക്റ്റ് യൂണിറ്റിലെ പ്രവർത്തനങ്ങളും ഇവിടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് ഇവിടുത്തെ യൂണിറ്റ് അംഗങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് അവിടുത്തെ രസകരമായ വീഡിയോകൾ ഇന്ന് നമുക്ക് സ്മാർട്ട് പെൻ സഫാരിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വേണ്ടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. കദളിക എന്ന വനിതാ ഫുഡ് പ്രോഡക്റ്റിലെ അംഗങ്ങളാണ് നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ഇത്രയും വനിതാ രത്നങ്ങൾ. അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇന്നിവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഹായ്, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇത്രയും പേരെയുള്ള യൂണിറ്റിനകത്തില്ലേ ഉണ്ട്. അപ്പം അവരെവിടാ ഇന്ന് വരാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തരും പേര് നമുക്ക് പരിചയപ്പെടാം. രമ്യ, സിന്ധു, ശ്രീദേവി, ഷീല, ദീപ എന്ന് പറഞ്ഞ ചേച്ചി കൂടെ ഉണ്ട് 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 ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഇവിടുത്തെ പ്രോഡക്റ്റും ഇവിടുത്തെ നിർമ്മാണ രീതികളും നമ്മുടെ സ്മാർട്ട് പെൻ സഫാരിക്ക് വേണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം. അപ്പൊ നമ്മുടെ വർക്ക് തുടങ്ങാല്ലേ ഇന്നത്തെ? അതെ, ആർക്കും ഒരു ഊർജ്ജമില്ലല്ലോ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കദളിക വനിതാ ഫുഡ് പ്രോഡക്റ്റിലെ അംഗങ്ങളോടൊപ്പമാണ്. അപ്പോൾ ഇത് വള്ളികുന്നം പഞ്ചായത്തിലെ എത്രാം വാർഡിലാണ് ഇപ്പോൾ ഇത് നിങ്ങളുടെ പ്രോഡക്റ്റ് യൂണിറ്റ്? 5ാം വാർഡിലാണ് ഈ യൂണിറ്റ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തി. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. 1-2 പേര് ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പം ഇതല്ലാതെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഇതിന് പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ചേച്ചി, എന്ന് മുതലാണ് ഈ പ്രോഡക്റ്റ് ഇവിടെ രൂപം കൊണ്ടത്? 2023 ഡിസംബറിൽ ഹരിതവണ്ണം കൃഷിക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആരംഭിച്ചത്. വള്ളികുന്നം അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും കൃഷിഭവൻ്റെയും കൂടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. ശേഷം ഞങ്ങളിത് വാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ട്രെയിനിങ്ങിന് പോയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റ് ഉണ്ടാക്കി. വാഴയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾക്കാണ് ആദ്യം മുൻതൂക്കം കൊടുത്തത്. അതെ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിപണിയിൽ എത്തിച്ച് അതാണ് നമ്മൾ കണ്ട ഉൽപ്പന്നങ്ങളല്ല. കൂടാതെ ഞങ്ങൾ ചക്കയുടെ സീസൺ ആകുമ്പം ചക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നുണ്ട്. ഓണ സീസൺ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കോംബോ പാക്ക് ഇറക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇഞ്ചിക്കൂട്ട്, ചമ്മന്തിപ്പൊടി, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഞങ്ങളുടെ വാഴയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അതായത് വാഴപ്പിണ്ടി ജ്യൂസ്, വാഴക്കൂമ്പച്ചാറ്, വാഴപ്പിണ്ടി അച്ചാറ്, വാഴപ്പിണ്ടി കൊണ്ടാട്ടം ഒക്കെ ഞങ്ങൾ നല്ല രീതിയിൽ സെയിൽ നടത്തുന്നുണ്ട്. വാഴയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾക്കാണ് ഏറ്റവും നല്ല ഒരു സെയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇത് വാഴപ്പിണ്ടി കൊണ്ടാട്ടത്തിനുള്ള മാവ് തയ്യാറാക്കിയാണ്. അരിപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമ്മളിത് കുറുക്കിയെടുക്കും. കുറുക്കിയെടുത്തിട്ട് ഒരുവിധം കുറുകി വന്ന് കഴിയുമ്പോൾ വാഴപ്പിണ്ടിയും കാന്താരിമുളകും എള്ളും ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം ആറി കഴിയുമ്പോൾ ഇത് പരത്തി ഇട്ട് ഉണക്കിയാണ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. ഇട്ട് തണുപ്പിക്കാനായിട്ട് പോവാം. അതെ അതെ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ട വാഴപ്പിണ്ടി പുഴുങ്ങി എടുത്ത് അരച്ച് മാറ്റിയ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടാട്ടത്തിലേക്ക് മാറുകയാണ്. അതെ അതെ. അപ്പോൾ അതിനുള്ള വർക്കാണ് നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പരത്തുകയാണ് അല്ലേ? അതെ. പിന്നെ ഇത്
ഇനി അടുത്ത പടി എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്? ഇനിയും പരത്തി ഇനിയും ഉണക്കും. ഉണക്ക്. വെയിലത്ത് വെച്ച് നല്ലതുപോലെ. അപ്പോൾ എത്ര ദിവസം ഉണക്കുണ്ടാവും ഇതിന്? 3 ദിവസം അല്ല 4 ദിവസം. നല്ല വെയിലുണ്ടെങ്കിൽ 4 ദിവസം. 4 ദിവസത്തെ ഉണക്കിന് ഇത് വേണം. പിന്നെ നമുക്ക് അടുത്ത ഘട്ടം ഇത് ഉണക്കാനായിട്ട് കൊണ്ടുപോകാം. അതെ. ഇപ്പോൾ കദളിയുടെ അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇപ്പോൾ ഇത് എന്ത് പ്രോഡക്റ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത് നമുക്ക് ഹെൽത്ത് മിക്സ് ആണ് തയ്യാറാക്കുന്നത്. ഹെൽത്ത് മിക്സ്. ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും ഒക്കെ കുറുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ളതാണ്. ഒരു കുറുക്ക് ആയുർവേദ ടൈപ്പിലുള്ള ഒരു കുറുക്ക്. അതെ. അപ്പോൾ അതിൻ്റെ കണ്ടന്റുകളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ ആദ്യത്തെ പ്ലേറ്റിലിരിക്കുന്ന എന്ത് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്? അത് കണ്ണങ്കായ ഉണക്കിയത്. കണ്ണങ്കായ അരിഞ്ഞു വെച്ചേക്കുന്നതാണ് അല്ലേ? അപ്പോൾ അടുത്തത് തവിട് കളയാത്ത അരി. തവിട് കളയാത്ത അരി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പ്രത്യേക കളർ നിൽക്കുന്നത് അല്ലേ? അതെ അതെ. അത് കമ്പെന്ന് പറയുമ്പോൾ പേൾ മില്ലറ്റ്. അത് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങുന്ന ഐറ്റമാണോ? ബജ്റ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് അല്ലേ? ഇപ്പോൾ ഈ കാണുന്നോ? പയറ് മുളപ്പിച്ചുണക്കിയതാണ്. മുളപ്പിച്ചുണക്കിയ ചെറുപയറാണ്. ചെറുപയർ. ഏലക്ക. അപ്പോൾ ഇത്ര ഐറ്റമാണ് നമുക്ക് ഈ ഒരു കുറുക്കിനകത്തിൽ ചേരുന്ന ഐറ്റം. ഏറ്റവും കൂടുതൽ ഓർഡറുള്ള ഒരു ഐറ്റമായ ഹെൽത്ത് മിക്സാണ് ഇനി അടുത്തത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതെന്ന് വെച്ചാൽ കണ്ണൻകായ ഉണങ്ങിയതാണ്. അതിനപ്പുറത്തിരിക്കുന്നത് പയർ മുളപ്പിച്ചത്, പിന്നെ ബജ്റ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോഴത്തെ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് മില്ലറ്റുകൾക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെൽത്ത് മിക്സിൽ ബജ്റ ഉൾപ്പെടുത്തിയത്. പിന്നീട് തവിട് കളയാത്ത അരി. ഇവയെല്ലാം നമ്മുടെ പോഷക സമ്പുഷ്ടമായ ഒരു ആഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇത് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിരുന്ന ആ കണ്ണങ്കായ ഉണങ്ങിയതും അതിനോടുള്ള അനുബന്ധിച്ചുള്ള പ്രോഡക്റ്റുകളുമാണ് ഇപ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് വെച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ വറുത്ത് പോകും പൊടിക്കാൻ വേണ്ടി. ഇപ്പം മുമ്പ് നമ്മൾ വറുത്തുകൊണ്ടിരുന്ന ആ ഒരു ഐറ്റം മിക്സ് അത് പൊടിച്ചെടുത്തതിന് ശേഷം രണ്ടാമത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ വറുക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇത് എത്ര മിനിറ്റാണ് നമ്മൾ വീണ്ടും ഇത് വറുത്ത് ഈ പൊടിയെ വീണ്ടും നമ്മൾ വറുക്കുകയാണ്? 10 മിനിറ്റ്. വീണ്ടും ഇത് 10 മിനിറ്റ് കൊണ്ട് വീണ്ടും ഈ ചട്ടിയിലിട്ട് ഒന്നുകൂടെ നമ്മൾ വറുത്തെടുക്കുക. കദളിക എന്ന ഫുഡ് പ്രോഡക്റ്റ് പൂർണ്ണമായും ഒരു വനിതാ സംരംഭമാണ്. അപ്പോൾ അവരുടെ അടുത്ത പടിയിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. ഇതിപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ഹെൽത്ത് മിക്സിൻ്റെ ഒരു പാക്കിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ തന്നെ കദളിക എന്നുള്ള പ്രോഡക്റ്റിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അപ്പുറത്തെ തൂക്കം കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള തിരക്കിട്ട ഒരു ജോലിയിലേക്ക് മാറിയിരിക്കുകയാണ്. കറക്റ്റ് പാക്കിംഗ് ആണ്. ആ പാക്കിംഗ് എല്ലാം നല്ല വൃത്തിയുള്ള പാക്കറ്റുകളാണ്. ഇത് പ്രസ്റ്റേറ്റ് ഉള്ള കവറുകളാണ് അല്ലേ? അതെ. നമ്മൾ പ്രത്യേകിച്ച് ഉരുക്കി ഒട്ടിക്കുക അങ്ങനെയൊന്നുമില്ല. പ്രസ്റ്റേറ്റ് ആണ്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള പാക്കിംഗ് ആണ്. അര കിലോ പാക്കിംഗ് ആണ് നടക്കുന്നത്. അതിന് മുകളിലോട്ട് 1 കിലോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. അര കിലോ 1 കിലോ പാക്കറ്റുകളിലാണ് ഇപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഈ കദളിക ഹെൽത്ത് മിക്സ് എന്നുള്ള ഈ പ്രോഡക്റ്റിന്റെ ഒരു കണ്ടന്റ് എന്തൊക്കെയാണ്? ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട്.
അതുകൊണ്ട് ദഹിക്കാൻ നമ്മുടെ ദഹനം ഏറ്റവും എളുപ്പമാക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. അതുകൊണ്ട് മുതിർന്നവർക്കായാലും കൊച്ചു കുട്ടികൾക്കായാലും നന്നായിട്ടിത് ദഹിക്കും. അതുകൊണ്ട് എളുപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് അവർക്കൊരു ഫുഡായിട്ട് അല്ലെങ്കിൽ ഒരു പ്രാതലായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. പിന്നീട് ഇത് മസിൽസിൻ്റെ ആരോഗ്യത്തിന്, ബോൺസിൻ്റെ ആരോഗ്യത്തിന് ഒക്കെ ആവശ്യമായ കാൽസ്യം, അതുപോലെ എസൻഷ്യൽ ന്യൂട്രിയൻസ് എല്ലാം ഉണ്ട്. അതുപോലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഇതിന്. അങ്ങനെ എല്ലാ രീതിയിലും ആ ഹെൽത്ത് മിക്സ് എന്ന് പറയുന്ന ആ ഒരു പേര് അന്വർത്ഥമാക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് വാഴപ്പിണ്ടിയും നെല്ലിക്കയാണ്. അപ്പോൾ ഇത് വെച്ച് ഇവരിവിടെ എന്തോ ഒരു ഐറ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്? വാഴപ്പിണ്ടി നെല്ലിക്ക കാന്താരി ജ്യൂസ്. വാഴപ്പിണ്ടി നെല്ലിക്ക കാന്താരി ജ്യൂസ്. നെല്ലിക്ക കാന്താരി ജ്യൂസ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്? അപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഇതെന്താണ്? വാഴപ്പിണ്ടി നെല്ലിക്ക കാന്താരി സ്ക്വാഷ്. സ്ക്വാഷ്. അപ്പോൾ ഇതാ വാഴപ്പിണ്ടി കൊണ്ട് നിർമ്മിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പറഞ്ഞു. വാഴപ്പിണ്ടി, നെല്ലിക്ക, ഇഞ്ചി, കാന്താരി, ഇത്രയാണ് ഇതിനകത്ത് ചേരുന്ന ഐറ്റങ്ങൾ. അപ്പോൾ ഇതിന്റെ നിർമ്മാണം ഇതെങ്ങനെയാണ്? വാഴപ്പിണ്ടി നമ്മൾ അരിഞ്ഞ് വെള്ളത്തിൽ വേവിക്കും. വേവിച്ചിട്ട് അതിനെ നീര് പിഴിഞ്ഞെടുക്കും. പിഴിഞ്ഞെടുത്തിട്ട് അതിലോട്ട് നെല്ലിക്ക, കാന്താരി, ഇഞ്ചി ഇതെല്ലാം കൂടെ വേവിച്ച് അരച്ച് ചേർക്കും. അപ്പം ഇത്രയും കാണുന്ന വാഴപ്പിണ്ടി, നെല്ലിക്ക, ഇഞ്ചി, മുളക്, നെല്ലിക്ക, ഇത്രയും ഐറ്റംസ് ആവിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിന്റെ നീര് കൊണ്ടുണ്ടാക്കിയ ഒരു ഉൽപ്പന്നമാണ് ഇത്. ഇത് നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും? 3 മാസം ഉപയോഗിക്കാം. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു തവണ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ കേടുകൂടാതെ വളരെ നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു പ്രത്യേകത എന്താണ്? ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കും. കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. വാഴപ്പിണ്ടിയുടെ നീര് കൊണ്ടുണ്ടാക്കിയ ഈ ഒരു പ്രോഡക്റ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഓർഡർ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വാങ്ങും. അത് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്കും തോന്നുന്നുണ്ട്. കാരണം വാഴപ്പിണ്ടിയുടെ നീരിൽ നിന്ന് എടുക്കുന്നതാണ്. അത് ഷുഗറിനെ കുറയ്ക്കാൻ നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഔഷധമല്ലാതെ ദാഹശമനിയായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ദാഹശമനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഇത് നമുക്ക് ആവശ്യാനുസരണം വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം. വെള്ളത്തിലോ നാരങ്ങ പറ്റില്ല. ശരി, അതപ്പോൾ നല്ലൊരു അറിവാണ്. നാരങ്ങയിൽ ആവശ്യമില്ല. ഇത് മേടിച്ചിട്ട് കൊണ്ട് ഒഴിക്കരുത്. വേണ്ട. അപ്പൊ ഒഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ പ്രോഡക്റ്റിനും ഓരോ തണുത്ത വെള്ളത്തിലോ നമുക്കിത് ആവശ്യാനുസരണം ഒഴിച്ച് നമുക്കൊരു ദാഹശമനി എന്ന നിലയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കാണുന്ന ഈ വാഴക്കൂമ്പിന്റെ അച്ചാർ, ഇതാണ് ആ പ്രോഡക്റ്റ് അല്ലേ? അതെ. അപ്പൊ ഇത് ഏത് വാഴക്കൂമ്പാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഏത്തവാഴ, പാളയംകുടം വാഴ. ഈ 2 വാഴയുടെ കൂമ്പാണ് ഇതിനു വേണ്ടി മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇത് വാഴക്കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞ് ശുദ്ധമായ എള്ളെണ്ണയിൽ വറുത്ത് കോരിയിട്ട് നമ്മൾ സാധാരണ അച്ചാർ തയ്യാറാക്കുന്ന പ്രോസസ്സ് തന്നെ ഇതിനും ചെയ്യുന്നു. ഇതിന് നല്ല ഓർഡറുകൾ വരാറുണ്ട്. നിങ്ങൾ സ്റ്റാളുമായി ബന്ധപ്പെട്ട് ഇത് വിൽപ്പന നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. ഓണാട്ടുകര ഫെസ്റ്റിലെ അപ്പോൾ ഓണാട്ടുകര ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിട്ടുള്ളത് കദളിക വനിതാ ഗ്രൂപ്പിന്റെ ഈ പ്രോഡക്റ്റായ വാഴക്കൂമ്പ് അച്ചാർ. ഇപ്പോൾ എങ്ങനെയാണ് നല്ല ഓർഡറുകൾ അവിടെ സ്റ്റാളിൽ കിട്ടാറുണ്ടോ? ഉണ്ട്. വിറ്റുപോയ പ്രൊഡക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് ഈ വാഴക്കൂമ്പ്. പിന്നെ വാഴപ്പിണ്ടി ജ്യൂസ്, അതൊക്കെ കൂടുതൽ നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഈ പ്രോഡക്റ്റിലുള്ള അംഗങ്ങളെല്ലാം എങ്ങനെയാണ്? നല്ല ഒത്തൊരുമയാണ്. അതെ. നല്ല ഒരു ടീം വർക്ക് തന്നെയാണ് നിങ്ങളുടെ ഈ പ്രോഡക്റ്റിന്റെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പൊ എല്ലാം അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്? ദൂരെയുള്ളവരൊക്കെ ഉണ്ടോ? എല്ലാവരും ഒരേ മനസ്സോടു കൂടി തന്നെ. എത്ര മണിക്കാണ് ഈ പ്രോഡക്റ്റിന്റെ രാവിലത്തെ ഒരു ദിവസത്തെ സ്റ്റാർട്ടിങ് ടൈം? 9 മണിയാകുമ്പോൾ നമ്മുടെ ഈ ടീം ഒരു എല്ലാം ഒതുക്കുന്ന ഒരു ഉച്ചയാകുമ്പോഴത്തേന് തീരുപോയതല്ലേ? പാക്കിംഗ് സെക്ഷനിലേക്ക് മാറും. ഐറ്റങ്ങളിൽ നിന്ന് തുടങ്ങിയ പ്രോഡക്റ്റാണ് വാഴപ്പിണ്ടിയിൽ നിന്നും വാഴക്കൊമ്പിൽ നിന്ന് അച്ചാർ, അങ്ങനെ തുടങ്ങിയ സംരംഭം പിന്നീട് നിങ്ങൾ പറഞ്ഞ പോലെ ചക്ക ഐറ്റത്തിലേക്ക് മാറി, പിന്നീട് ഹെൽത്ത് പ്രോഡക്റ്റുകളിലേക്ക് മാറി. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെല്ലാം പ്രോഡക്റ്റുകളിലൂടെ ചെയ്യുന്നുണ്ട്? ചമ്മന്തിപ്പൊടി, ഇഞ്ചിക്കൂട്ട്, പിന്നെ ഓണം സീസൺ ആകുമ്പോൾ ഞങ്ങൾ കോംബോ പാക്ക് ഇറക്കും. അതായത് ഉപ്പേരി ഐറ്റങ്ങളെല്ലാം കുറച്ച് അച്ചപ്പം, മുറുക്ക്, അച്ചപ്പം, മുറുക്ക്, ചിപ്സ്, കളിവടയ്ക്ക,
പക്കാവട, അങ്ങനെ 7 ഐറ്റങ്ങൾ ചേർത്ത് ശർക്കര ശർക്കര വരട്ടി അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് കോംബോ പാക്കറ്റാക്കി ഇറക്കി പുറത്തിറക്കുന്നു. പുറത്തിറക്കുന്നുണ്ട്. പിന്നെ ആവശ്യക്കാർക്ക് ഞങ്ങളല്ലാതെ കിലോ കണക്കിന് ഇപ്പോൾ 2 കിലോ വേണ്ടവർക്ക് 1 കിലോ വേണ്ടവർ 5 കിലോ വേണ്ടവർ അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഓർഡർ അനുസരിച്ച് അങ്ങനെയും ചെയ്തു. ഇവിടെ ഉണ്ണിയപ്പം പ്രത്യേകമായിട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. അതെങ്ങനെയാണ്? ഞങ്ങൾ വെറൈറ്റി ഉണ്ണിയപ്പം ഇറക്കുന്നത്. സാധാരണ എല്ലാവരും അരിമാവും അരിപ്പൊടിയും പഴവും വെച്ചാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അരിപ്പൊടിയും പഴവും വെച്ച സാധനം എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല, റവ, ഏത്തയ്ക്ക, പാല് ഇത് ഉപയോഗിച്ച ഉണ്ണിയപ്പം ഉണ്ടാക്കും. നിങ്ങളുടേതായിട്ടുള്ളൊരു കണ്ടന്റിലൂടെ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി ഇറക്കിയിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് നല്ലൊരു ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഡിമാൻഡുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് വെക്കുന്നത്. ആ ഉണ്ണിയപ്പത്തിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകമുണ്ട്. മറ്റേ ഉണ്ണിയപ്പത്തേക്കാൾ നല്ല ടേസ്റ്റാണ് അതിന്. 2-3-4 ദിവസം വരും. മറ്റേ പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്നാകുമ്പോൾ നൂല് 4-5 ദിവസം ഇരുന്നാലും അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റുന്നില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മയവുമാണ്, നല്ലൊരു ഞങ്ങൾക്ക് നല്ല സെയിലുള്ളൊരു പ്രോഡക്റ്റാണ് അത്. ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മൾ ഈ യൂണിറ്റിന് കീഴിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വ്യത്യസ്തമായ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ടോ? അതെന്തൊക്കെയാണ്? ഏത്തക്കത്തൊലി കട്ട്ലറ്റ്, വാഴക്കൂമ്പ് കട്ട്ലറ്റ്, ഏത്തക്കയുടെ തൊലി കൊണ്ടുള്ള കട്ട്ലൈറ്റ്, വാഴക്കൂമ്പിൻ്റെ കട്ട്ലൈറ്റ്, ഇത് രണ്ടും നമ്മളങ്ങനെ പൊതുവെ കേട്ടിട്ടില്ലാത്ത 2 പ്രോഡക്റ്റുകളാണ്. ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ഐറ്റം വെച്ചിട്ടുള്ള കട്ട്ലൈറ്റ് കട്ട്ലറ്റ്. അതങ്ങനെ പൊതുവെ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ അതും നല്ലൊരു സംരംഭവും നല്ലൊരു വിജയവുമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ അത്രയും നല്ലൊരു കൂട്ടായ്മയിലൂടെയാണ് ഈ ഒരു യൂണിറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സംരംഭത്തിലേക്ക് എത്തിപ്പെടാനുള്ളൊരു മാർഗ്ഗം എങ്ങനെയാണ്? ആദ്യം സഹായിച്ച അഗ്രകൾച്ചർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സുരേഷ് ഏട്ടനും നമ്മുടെ കൃഷി ഭവനിലെ കൃഷി ഓഫീസർ സാറുമാണ് ഞങ്ങളുടെ മൊത്തം പിന്തുണയും. അവരുടെ ഹെൽപ്പോടുകൂടിയാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതും അവർ 2 പേരുമാണ്. നല്ല എല്ലാ പ്രോത്സാഹനങ്ങളും മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രചോദനവും അവർ തന്നെയാണ്. അപ്പോൾ ഈ യൂണിറ്റിന്റെ ഒരു പ്രവർത്തനം തുടക്കം വന്നേക്കുന്നത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ നിന്നുള്ളൊരു സഹായത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി യൂണിറ്റിന്റെ കീഴിലാണ് ഇത് ബന്ധപ്പെട്ട് സുരേഷ് ചേട്ടനാണ് ഞങ്ങളെ ട്രെയിനിങ്ങിന് വിട്ടത്. അവിടുന്ന് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് 2 പേരെ ട്രെയിനിങ്ങിന് വിട്ടു. വാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളുടെ ട്രെയിനിങ്ങിന് വിട്ടു. വാഴയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ അവിടെ നിന്ന് ഇന്ന് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും പ്രോഡക്റ്റിലേക്ക് മാറിയത് മൊത്തം പിന്തുണയെ അവർ 2 പേരുടെ കൃഷി ഓഫീസറിൻ്റെയും സ്പെഷ്യലിൻ്റെയും മൊത്തം പിന്തുണ. അപ്പോൾ ഈ കദളിക എന്ന ഫുഡ് പ്രോഡക്റ്റിൻ്റെ സംരംഭകരായി നിൽക്കുന്ന വനിതാ പ്രവർത്തകരോട് സ്മാർട്ട് ഫൺ സഫാരിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷം ഞങ്ങൾ ഇവിടെ നിന്ന് എത്തി ഈ വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടിയതിന് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ തരും. ഞങ്ങളുടെ ഈ കദളിക ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വന്ന സ്മാർട്ട് ഫൺസ് ചാനലിന് ഞങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു.